നമസ്കാരം. ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നിലമ്പൂരിലാണ് ഫോക്കസിൻ്റെ ടീമുള്ളത്. നിലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരെ കേരള മണ്ണിന് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു നാടാണ്. കലയെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന അത്രയും മനസ്സുള്ള ഒരു ജനങ്ങളാണ് നിലമ്പൂരിൻ്റേത്. നിലമ്പൂരിൻ്റെ സ്വന്തം എന്ന് പറയാവുന്നതല്ല, നമുക്ക് നിലമ്പൂരിൽ നിന്ന് കിട്ടിയെടുത്തിട്ടുള്ള പല കലാകാരന്മാരും, അതിൽ പ്രത്യേകിച്ച് നമ്മുടെ നിലമ്പൂർ ആയിഷാത്ത, അതുപോലെ സീനത്ത്, നടൻ റഹ്മാൻ, ബാലേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, എടുത്തു പറയാവുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ മാജിക് രംഗത്തുണ്ടായിരുന്ന രണ്ട് പേരും നിലമ്പൂർക്കാർ തന്നെയാണ്. പാട്ടുകാരനായ കൃഷ്ണചന്ദ്രൻ നിലമ്പൂർ സ്വദേശിയാണ്. അങ്ങനെ ഒത്തിരി കലാകാരന്മാരുള്ള ഒരു നാടാണ്. അറിഞ്ഞും അറിയാതെയും നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ ഒരുപാട് പേരുണ്ട്. ആ കൂട്ടത്തിലേക്ക് നിലമ്പൂരിൽ നിന്ന് ഞങ്ങളുടെ ഫോക്കസ് ടീം ഒരു മുത്തിനെ കൂടി കണ്ടെത്തുകയാണ്. പ്രമോദ് ഭാസ്കർ, നമസ്കാരം. വളരെ സന്തോഷം. ഫോക്കസിൽ നമുക്കൊരു അതിഥിയായി താങ്കളെ ലഭിച്ചതിലുള്ളൊരു സന്തോഷം പങ്കുവെക്കുകയാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നിങ്ങളൊരുപാട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ രംഗത്ത് ഉള്ള ഒരാളാണ്. ചെറുപ്രായത്തിൽ പാടാനുള്ളൊരു കഴിവാണോ, അതല്ല ഈ രക്ഷിതാക്കളുടെ ഒരു പ്രേരണ ഉണ്ടാവുമല്ലോ സംഗീതം പഠിക്കാനൊക്കെ സ്വാഭാവികമായിട്ടും? ഒരു 7 വയസ്സ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങി ഞാനും മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു അനുഭവങ്ങളെന്ന് പറഞ്ഞത് 3.5 വയസ്സ് മുതലാണ് ഞാൻ പാടും എന്നുള്ളത് എൻ്റെ വീട്ടുകാർക്കും മനസ്സിലാവില്ല, നാട്ടുകാർക്കും അങ്ങനെ പറയാം. അപ്പോൾ ഇയാൾ പാട്ടിൻ്റെ ഒരു അംശം ഇയാളിലുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞപ്പോൾ നമുക്ക് സംഗീതം പ്രമോദനം സംഗീതം പഠിപ്പിക്കാം, ആ ഒരു വഴിയിലേക്ക് കൊണ്ടുപോകാം എന്നൊരു ചിന്ത അവർക്കുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ വഴിയിലേക്ക് നീങ്ങി. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു പിൻബലം അതിനുണ്ടോ? ഒരു വലിയ പിൻബലം ഇല്ല, കാരണം പാടുന്നവർ വളരെ കുറവാണ്. അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഈ ആർട്ട്, ചിത്രരചന, അതുപോലെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന എല്ലാ അച്ഛൻ്റെ അനിയന്മാരൊക്കെ കൊത്തുപണികൾ, ചിത്രരചനയൊക്കെ അവർക്ക് വശമുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അംശം കിട്ടി. അതിന്റെ കലാകുടുംബത്തിൽ തന്നെയാണ് പ്രമോദും വരുന്നത്. അതെ. പിന്നെ സംഗീതത്തിന്റെ പാരമ്പര്യം ചോദിച്ചപ്പോൾ അമ്മ വീട്ടിലെ കുറച്ചൊരു ശ്രുതി, അതായത് ഒരു പാട്ട് കേട്ടാൽ ആ ശ്രുതി ബോധമുള്ളവരും എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്, ആസ്വാദകരാണ്. അതെ, ആസ്വാദകൻ. അമ്മയുടെ അനിയത്തിയാണ് എന്നിലുള്ള കഴിവ് കണ്ടെത്തിയിട്ട് പാട്ടൊക്കെ ചെറുതിൽ എന്നെ കുറച്ച് പാട്ടുകളൊക്കെ മൂളി തന്ന് അങ്ങനെ പഠിപ്പിച്ചെടുത്തത് അവരായിരുന്നു. അതൊരു 3-4 വയസ്സ് പ്രായത്തിന്റെ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് സംഗീതം അഭ്യസിക്കാൻ 7-8 വയസ്സ് മുതലാണ് എന്നെ ആദ്യമായിട്ട് ഞാൻ അതിൻ്റെ ഒരു ബാലപാഠങ്ങൾ ആധികാരികമായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അത് എൻ്റെ ആദ്യ ഗുരുനാഥ സലീല ടീച്ചറായിരുന്നു. സലീല ടീച്ചർ തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിനിയാണ്. അവർ വർക്ക് ചെയ്തിരുന്നത് പുല്ലങ്കോട് ഹൈസ്കൂളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ LP സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർ ഹൈസ്കൂളിലാണ്. അപ്പോൾ LP സ്കൂളിൽ എന്നെ എങ്ങനെ പഠിപ്പിച്ചു എന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ താമസിച്ചിരുന്ന സ്ഥലം ഒരു സ്ഥലത്താണ്, ഒരു ഏരിയയിലാണ്. അപ്പോൾ ഞാൻ പാടുന്ന കാര്യം ടീച്ചർ മനസ്സിലാക്കി. അങ്ങനെ ടീച്ചർ ഹൈസ്കൂളിലെ ഓഫീസ് ടൈം കഴിഞ്ഞതിന് ശേഷം LP സ്കൂളിൽ വന്നിട്ട് ഞങ്ങളെ കുറച്ച് പേരെ, അപ്പൊ അവര് ജോലി ലഭിച്ച് ഇവിടെ വന്നതായിരിക്കും അല്ലേ? അവര് ചെറുപ്രായത്തിൽ വന്നതാണ്. ആദ്യത്തെ ഗുരുനാഥ അവരാണ്. അവരുടെ കൂടെ എത്ര വർഷം? അവര് 8 വയസ്സ് മുതൽ അവരാണ് എന്നെ, 7-8 വയസ്സ് മുതൽ 10th-10ാം ക്ലാസ് കഴിയുന്നവരെ അവർ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. അവരാണ് എൻ്റെ ഗുരുനാഥ. അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ ഒരു വലിയ നന്ദിയും ബഹുമാനത്തോടു കൂടി അവരിൽ അർപ്പിക്കുകയാണ്. അതെ, തീർച്ചയായും. ഈ 10ാം ക്ലാസ് വരെ ഈ പുല്ലങ്കോട് സ്കൂളിലാണോ പഠിച്ചത്? പുല്ലങ്കോട് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ മ്യൂസിക് കോളേജിലേക്ക് ഗാനഭൂഷണം എനിക്ക് അഡ്മിഷൻ കിട്ടി. ടീച്ചറാണ് എന്നെ. സാധാരണ അതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് തന്നെയാണ്. 10ാം ക്ലാസ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഡിഗ്രി. അന്ന് ഗാനഭൂഷണം ഡിപ്ലോമ ആയിരുന്നു, 4 വർഷത്തെ. ഗ്രാജുവേഷൻ ആക്കി. ടീച്ചർ ഒരു കീർത്തനം പഠിപ്പിച്ച് എന്നെ വിടണം അങ്ങോട്ട് ഇന്റർവ്യൂവിന്. അപ്പൊ ഇന്റർവ്യൂ പാസ്സായി എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് ഗാനഭൂഷണം പഠിച്ചത്. അതിന്റെ ഇന്റർവ്യൂ അങ്ങനെയാണ്. അപ്പൊ നമ്മള് പാട്ടൊക്കെ പഠിപ്പിച്ച് പാനലിന്റെ മുന്നിൽ നമ്മളെ കഴിവ് തെളിയിക്കണം. അപ്പോഴാണ് അഡ്മിഷൻ കിട്ടുന്നത്. എത്ര വർഷത്തെ കോഴ്സായിരുന്നു? 4 വർഷത്തെ. 4 വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സ്. അപ്പൊ ഗാനഭൂഷണം അതിന്റെ ഹയർ സ്റ്റഡി ഉണ്ട്, ഗാനപ്രവീൺ. ഞാൻ 4 വർഷത്തെ ഗാനഭൂഷണം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയായിരുന്നു ഫീൽഡിലേക്ക് വരുന്നത്? അപ്പോഴേക്ക് ഏതാണ്ട് ഒരു, എനിക്ക് തോന്നുന്നത് ഒരു 10-15 വയസ്സ് പ്രായം, 16 വയസ്സൊക്കെ കാണുള്ളൂ. ഞാൻ ഗാനഭൂഷണത്തിന് ചേരുമ്പോൾ 15 വയസ്സാവുന്നേ ഉള്ളൂ. കാരണം എന്നെ സ്കൂളിൽ വളരെ നേരത്തെ ചേർത്തിയാണ്. അപ്പോൾ 19 വയസ്സായപ്പോഴത്തേക്കും ഗാനഭൂഷണം കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ കുറച്ച് സംഗീത ക്ലാസ്സുകളും പഠിപ്പിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചു കാലം നാട്ടിൽ ഉണ്ടായിരുന്നു. നിലമ്പൂരിൽ തന്നെ സ്കൂളുകളിൽ കുറേ
സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്തു. ഇപ്പോൾ PVS പബ്ലിക് സ്കൂൾ, അതുപോലെ ഫാത്തിമ മാതാ തിരൂര്, കുറച്ച് വലിയ സ്കൂളുകളൊക്കെ ഒരുപാട് ടീച്ചിങ് മ്യൂസിക് ടീച്ചർ ടീച്ചർ. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ ഒരു അതിലേക്ക് അങ്ങ് ഒതുങ്ങി നിന്നുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ സ്കൂളുകളിൽ ടീച്ചിങ് എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറി നമ്മൾ ഫ്രീലാൻസായി, നമ്മൾ സ്വന്തം സ്ഥാപനങ്ങളും നമ്മുടെ സ്വന്തം പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നിലേക്ക് പോയി. ഇതിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏതൊരു പ്രായത്തിലാണ്? അതായത് ഫുൾ ടൈം ഈ സംഗീത ലോകത്ത് തന്നെ നിൽക്കാന്നുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നത്? അത് നമ്മുടെ ഗാനഭൂഷണത്തിന് ചേരുമ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനം കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതിലൂടെ വരണം, ഇതിൽ നമുക്ക് കുറച്ച്. അതുകൊണ്ടാണ് ഒരു പെർമനന്റ് എംപ്ലോയി എന്നുള്ള നിലക്ക് പല സ്കൂളുകളിൽ നിന്നും മ്യൂസിക് ടീച്ചർ എന്നുള്ള പൊസിഷൻ ഒഴിവാക്കി സ്വതന്ത്രമായിട്ട് മാറുന്നത് അല്ലേ? ഫ്രീഡം വേണമല്ലോ, കാരണം പ്രത്യേകിച്ച് കലാപരമായ കാര്യമാകുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ്, നമ്മൾ ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് പുറകിലേക്ക് പോകും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? പ്രമോദിൻ്റെ ഇപ്പോഴത്തെ വർക്ക് എങ്ങനെയാണ്? ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. ഇപ്പോൾ നിലമ്പൂരുണ്ട്, അതുപോലെ നമ്മുടെ അതിന് റിലേറ്റഡ് ടൗണായ പൂക്കോടുംപാടത്തുണ്ട്, അതുപോലെ കൊച്ചിയിൽ എൻ്റെ പേരിൽ തന്നെ ഒരു സ്ഥാപനമുണ്ട്, പിന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നിലമ്പൂരിലുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അത്യാവശ്യം റെക്കോർഡിങ്സ്, സിനിമ സംബന്ധമായ കാര്യങ്ങൾ എല്ലാമായിട്ട് പോകുന്നു. അപ്പോൾ ഏതെങ്കിലും സിനിമക്ക് സംഗീത സംവിധാനം നിർവഹിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനോ? ഉണ്ട്. എനിക്ക് കുറച്ചു കാലം രവീന്ദ്ര മാഷ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അന്തരിച്ചു പോയ രവീന്ദ്ര മാഷ കൂടെ തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ എന്താ പറയുക എഴുത്ത് പ്രകാരമാണ് എന്നെ പറഞ്ഞയക്കുന്നത്. പണ്ടത്തെ കഥയാണ്. അപ്പം അങ്ങനെ രവീന്ദ്ര മാഷ കൂടെ കുറച്ച് തിക്കുറിശ്ശി ചേട്ടനായിട്ട് എങ്ങനെയാണ്? അത് എൻ്റെ ഫാമിലി ഫ്രണ്ട് മനോഹരേട്ടൻ്റെ, നമ്മുടെ ശ്രീ കെ കരുണാകരൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു, ബാലകൃഷ്ണമാരാർ. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ അച്ഛനും ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രമോദിനെ നമുക്ക് തിക്കുറിശ്ശി ചേട്ടനായിട്ട് ഒരു എഴുത്ത് വാങ്ങിത്തരാം, രവീന്ദ്ര മാഷ പരിചയപ്പെടാം, അങ്ങനെയാണ് അന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്കുണ്ടായത് ഈ രംഗത്ത് ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചു. അതുപോലെ രവീന്ദ്ര മാഷൊപ്പം കുറച്ചു കാലം വർക്ക് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കണ്ട് പഠിക്കാനും അതൊരു വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഗൾഫിൽ പോയി എല്ലാവരും പോകുന്ന പോലെ? അതെ. അത് പ്രത്യേകിച്ച് ദുബായ് എന്ന് പറയുമ്പോൾ ഈ കലയ്ക്ക് നല്ലൊരു, നമുക്കൊരു നല്ല എല്ലാവരെയും അങ്ങനത്തെ ഒരു, അതുകൊണ്ട് മനസ്സറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഗൾഫ് മലയാളികൾ. മറ്റേ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പം നമുക്ക് കലാപരമായ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നമുക്ക് അപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ദുബായ് നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. എത്ര വർഷം വർക്ക് ചെയ്തു? ഞാനവിടെ 6 വർഷം. ഞാൻ ആദ്യം പോയത് വിസിറ്റിലായിരുന്നു. പിന്നെ എനിക്ക് അപ്പം ഞാൻ നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. അപ്പം എനിക്കത് തിരിച്ചു വരണം എന്നുള്ള പ്ലാനോട് കൂടി തന്നെയാണ് പോയത്. പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ വിസ അങ്ങ് ശരിയായി. അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അവിടെ ആദ്യം ഞങ്ങളൊരു മീഡിയ സ്റ്റാർട്ട് ചെയ്തു. അല്ലാണ്ട് വേറെ ജോലിയൊന്നും എടുത്തില്ല? ഇല്ല, ഞാൻ ഈ രംഗത്ത് ഞാനിത് ഇല്ലെങ്കിലും കൂടെ പോരും, മനസ്സിൽ സംഗീതമാണല്ലോ. അപ്പോൾ അവിടെ കറാമയിൽ ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത അല്ലത്താർ മാളിൽ ത്യാഗരാജ സ്കൂൾ ഓഫ് മ്യൂസിക്, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീജു, അതുപോലെ അത് സ്പോൺസർ ചെയ്തൊരു ആലപ്പുഴ സ്വദേശി കലാധരൻ സാറായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി, എൻ്റെ പാട്ട് കേട്ട് എനിക്ക് വേണ്ടി ഒരു സ്ഥാപനം ഇട്ടുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബ്രഹ്മാനന്ദൻ സാറിൻ്റെ ഭയങ്കര ആരാധകനാണ് ഈ കലച്ചേട്ടൻ. അപ്പോൾ ഭാഗ്യവശാൽ ബ്രഹ്മാനന്ദൻ ചേട്ടൻ്റെ കുറച്ച് പാട്ടുകൾ ഞാൻ പാടിയൊരു CD അന്ന് ഇറക്കിയിരുന്നു. അപ്പോൾ ആ CD ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിരുന്നു. അപ്പോൾ എന്തെങ്കിലും പാട്ടുണ്ടോ കേൾപ്പിക്കാൻ ചോദിച്ചപ്പോൾ ഞാൻ പാടിയ പാട്ട് ബ്രഹ്മാനന്ദൻ സാറിൻ്റെ പാട്ട് കേട്ടപ്പോൾ പുള്ളി എന്താണ് ഇപ്പം ഞാൻ പ്രമോദനം ചെയ്തു തരേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ. അപ്പോൾ നമുക്ക് ബ്രഹ്മാനന്ദൻ സാറിൻ്റെ നിങ്ങൾ പാടിയ ഒരു പാട്ടിൻ്റെ 4 വരികൾ നമ്മുടെ പ്രേക്ഷകർക്ക്. തീർച്ചയായിട്ടും. താരകരൂപിണി നീ എന്നും എന്നോട് ഭാവന രോമാഞ്ചമായിരിക്കും, ഏകാന്ത ചിന്ത തൻ ചില്ലയിൽ പൂവിടും ഏഴിളം പാലപ്പൂവായിരിക്കും, താരകരൂപിണി. വളരെ ഫേമസ് ആയ ഒരു പാട്ടാണ്. ബ്രഹ്മാനന്ദൻ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാമ്പഡാണല്ലോ ആ സോങ്. അങ്ങനെ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാപനം എത്ര കാലം കാലം ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ദുബായിൽ. എനിക്ക് കുറച്ച് പരിമിതികളുണ്ടായിരുന്നു, അത് വളർത്തി കൊണ്ടുവരാൻ ഞാൻ തനിച്ച്. സപ്പോർട്ട് ഉണ്ടായിരുന്നു ശ്രീജു, അതുപോലെ ഒരുപാട് പേരെ. എങ്കിൽ പോലും അത് ഒരു സ്ഥാപനം റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ദുബായിൽ പുതിയൊരാളായതുകൊണ്ട് എനിക്കതിന് ബുദ്ധിമുട്ടുണ്ടായി. എന്നാലൊരു 2 വർഷത്തോളം അതിൻ്റെ ഒരു ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് പാരലായിട്ട് തന്നെ ഞങ്ങൾ വേറൊരു മീഡിയ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വേറൊരു
മീഡിയ എല്ലാവരും കൂടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മീഡിയയിലായിരുന്നു ബാക്കി വർഷം. അതിൽ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിൻ്റെ ക്രിയേറ്റീവ് ഹെഡായിട്ട് വർക്ക് ചെയ്തു. അന്ന് പാട്ടുകൾ മെയിനായിട്ട് റെക്കോർഡിങ് തന്നെയാണോ? റെക്കോർഡിങ്സ്, ഡബിങ്, അങ്ങനെയൊക്കെ ക്രിയേഷൻ, മ്യൂസിക് ക്രിയേഷൻ, അതിനൊക്കെ ക്രിയേറ്റീവ് ഹെഡായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെ എത്ര വർഷം ഉണ്ടായി? മൊത്തം നമ്മൾ 6 വർഷത്തോളമാണ് ദുബായിൽ. അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. ആ കാലഘട്ടത്തിലാണ് സിനിമ ബന്ധങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ഒരുപാട് സിനിമാക്കാർ വരും. ഞങ്ങൾക്ക് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഈ ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സിനിമാക്കാരുടെ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കും. അങ്ങനെ കുറച്ച് നമുക്കൊരു അവർക്കിടെ ആക്സസ് ഉണ്ടായി, ഇങ്ങനെ അവർക്ക് സമീപിക്കാനും. അങ്ങനെയാണ് നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സുനിൽ ഇബ്രാഹിമാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിൽ പാടിപ്പിക്കുന്നത്. ഞങ്ങൾ മീഡിയയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ സുനിലിൻ്റെയും സിനിമ ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അപ്പോൾ സുനിൽ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ പ്രമോദ് ഒരു പാട്ട് പാടും എന്ന് എനിക്കൊരു വാക്ക് അന്ന് തന്നിരുന്നു. പുള്ളി ആദ്യം പോന്നു നാട്ടിലേക്ക്. ഞാൻ പിന്നെ കുറച്ച് കാലം കൂടെ കഴിഞ്ഞിട്ടാണ് പോയത്. അതേതാ സിനിമ? അത് ചാപ്റ്റേഴ്സ്, 2012. അത് ശ്രീനിവാസൻ സാറ്, നിവിൻ പോളിയൊക്കെ അഭിനയിച്ച ചാപ്റ്റേഴ്സിലാണ് എൻ്റെ ആദ്യത്തെ പാട്ട്. ഞാനും മഞ്ചരിയും കൂടെ ഡുവറ്റായിരുന്നു. റഫീഖ് അഹമ്മദ് സാറായിരുന്നു വരികൾ. പടം റിലീസ്ഡ് ആണ്. 2012 ഡിസംബർ 7 റിലീസ് ചെയ്തതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അതിലെ പാട്ട് ഓർക്കുന്നില്ലേ? സന്ധ്യാസുന്ദരലിപിയിൽ ഒരു താരമനോഹര കവിത, ഇങ്ങനെ പോകുന്നൊരു പാട്ട്. അങ്ങനെയാണ്. അപ്പൊ അവര് തിരിച്ചു പോരാനുണ്ടായ ഒരു കാരണം സിനിമയിലോട്ടുള്ള ഒരു ഇഷ്ടവും സിനിമയിൽ പ്രവർത്തിക്കണം എന്നുള്ള താല്പര്യമൊക്കെയാണ് ഗൾഫ് വിടാനുള്ള ഒരു പ്രധാന കാരണം. അതൊക്കെ ദുബായിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ റെക്കോർഡിങ്സ് ഒക്കെ നമുക്ക് മാറിപ്പോകും. അപ്പൊ ഇവിടെ നിന്ന് ശ്രമിക്കാം. അപ്പൊ തിരിച്ചു വന്നപ്പോ ആദ്യം കിട്ടിയ ഒരു എൻട്രി ഈ ചാപ്റ്റേഴ്സ് ആണ്. അതിനുശേഷം പിന്നെ നമ്മൾ വൈ എന്നൊരു പടം ചെയ്തു. അലൻസിയർ അല്ലേ നടൻ, പുള്ളിയും 40 പുതുമുഖങ്ങളും വന്നൊരു പടം. അത് ഞാൻ കമ്പോസ് ചെയ്യുന്ന ആദ്യത്തെ പടമാണ്. ഓ അത് ശരി. മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത 2 പാട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സംഗീത സംവിധാനത്തിലേക്ക് കടക്കുന്നത് അതോടുകൂടിയാണ്. ആദ്യത്തെ മൂവി വൈ എന്നാണ്. എത്ര പാട്ടുകൾ കമ്പോസ് ചെയ്തു? അതിൽ 2 പാട്ടായിരുന്നു ആദ്യത്തെ പടത്തിൽ. അതിലാകെ 2 പാട്ടേ ഉള്ളൂ. ഓക്കെ. ആരാണ് പാടിയത് സിനിമയിൽ? അതില് 4 ന്യൂ ഫേസസ് നമ്മൾ കൊണ്ടുവന്നു. 2 മെയില്, 2 ഫീമെയിൽ. ഓഡീഷൻ, കേരളത്തിൽ ഒട്ടാകെ വെച്ചൊരു ഓഡീഷനിലൂടെ തെരഞ്ഞെടുത്ത് 4 പാട്ടുകാർക്ക് അവസരം കൊടുത്തു. ഞാൻ ആദ്യം കമ്പോസ് ചെയ്ത പടമായിരുന്നു. പുതുമുഖങ്ങൾക്ക് ഒരു അവസരം കൊടുക്കാന്നുള്ളൊരു നിശ്ചയത്തിന്റെ പേരിൽ ഡയറക്ടറുടെ തീരുമാനം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ചെയ്തൊരു പടമായിരുന്നു. പടം റിലീസ് ചെയ്ത പടമാണ്. ഈ ആകാശവാണിയുമായിട്ടുള്ളൊരു കണക്ഷൻ എങ്ങനെയാണ്? ആകാശവാണി, ഞാൻ പാലക്കാട് മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ 18 വയസ്സ് വേണം ആ ഓഡീഷൻ കൊടുക്കാൻ. അങ്ങനെ ഓഡീഷൻ കൊടുത്തു. അത് ഞാൻ പാലക്കാട് താമസിക്കുന്നതുകൊണ്ട് തൃശ്ശൂർ റീജിയനിലാണ് വരിക, ആകാശവാണിയിൽ വരും. ഇവിടെ 18 വയസ്സ് വേണം എന്നുള്ളത് ആകാശവാണിയുടെ ഒരു നിയമമാണ്. അതെ അന്ന് ഓഡീഷൻ പാസ്സാവാൻ. അപ്പോൾ അങ്ങനെ ഓഡീഷൻ കൊടുത്തു, ലൈറ്റ് മ്യൂസിക് ഓഡീഷൻ കൊടുത്തു. എനിക്ക് ഫസ്റ്റ് ചാൻസിൽ ഞാൻ സെലക്റ്റഡ് ആയി. അങ്ങനെ അന്ന് പാടി തുടങ്ങി ആകാശവാണിയിൽ. അതിനുശേഷം ഇത്രയും കാലത്തിൽ ഒരുപാട് പാട്ടുകൾ പാടി. പിന്നെ അന്ന് സിംഗറായിട്ട് വന്നാണ് ബിഹൈ വന്നു. ബിഹൈ ഗ്രേഡിൽ നിന്നു. അത് ലൈറ്റിലുള്ള ടോപ്പ് ഗ്രേഡ്. അതുപോലെ അതിനുശേഷം ആകാശവാണിയുടെ മ്യൂസിക് ഡയറക്ടറുടെ ടെസ്റ്റ് അതിൽ വന്നു. അതിൽ കമ്പോസിങ് ടെസ്റ്റ് കൊടുത്തു. അതിലും ഫസ്റ്റ് ചാൻസിൽ കിട്ടി. അങ്ങനെ ഒരു 16 വർഷത്തോളമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ആകാശവാണിക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ ചെയ്യുന്നുണ്ട്. ലളിതഗാനങ്ങളും ഇപ്പോഴുണ്ട്. ഇപ്പം പൊതുവെ പ്രോഗ്രാം കുറവാണ്. ആകാശവാണിയൊക്കെ കുറച്ച് ഇപ്പോഴത്തെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ റേഡിയോ ഇപ്പോഴും ശ്രോതാക്കളുള്ളൊരു സാധനമാണ്. ഇപ്പൊ FM വന്നതുകൊണ്ട് മുകളിലേക്ക് വന്നു. താഴെ പോയ അവസ്ഥയായിരുന്നു. അപ്പൊ പിന്നെ AM-ലും അവരൊരു FM സിസ്റ്റം കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ ഒരു AM FM എന്നുള്ള 2 സിസ്റ്റത്തിലൂടെയാണ് ഇപ്പോൾ ആകാശവാണികൾ പോകുന്നത്. എവിടേക്കാണ് മ്യൂസിക് സ്കൂളൊക്കെ നടത്തുന്നത്? ഇപ്പൊ നിലമ്പൂരുണ്ട്, അതുപോലെ പൂക്കോട്ടുംപാടത്തുണ്ട്, അതുമാതിരി കൊച്ചിയിൽ ക്രിസാറ്റ് പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ധാരാളം കുട്ടികൾ പഠിക്കാനുണ്ട്. എബോവ് 300 പിള്ളേർ പഠിക്കുന്നുണ്ട്. എല്ലായിടത്തും എത്തണം. എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു കാര്യം ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ പാടിയൊരു പടം ഞാൻ ചെയ്തിരുന്നു, പ്രശ്നപരിഹാരശാല. അതിൽ ജയേട്ടനെ കൊണ്ട് എനിക്കൊരു പാട്ട് പാടിപ്പിക്കാൻ സാധിച്ചു. ശ്രീ കൈതപ്പൻ സാറായിരുന്നു വരികൾ. അങ്ങനെ അതിൽ 3 പാട്ട് കമ്പോസ് ചെയ്തു. ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവിതത്തിലെ ഒരു വലിയൊരു അവസരം, ജയേട്ടൻ്റെ ഒരു ശബ്ദം എനിക്ക് വേണ്ടി അദ്ദേഹം തന്നു. ജയേട്ടൻ അല്ലാതെ എൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഡിവോഷൻ സോങ്സ് പാടിയിട്ടുണ്ട്. ഫിലിമിൽ വന്നത് പ്രശ്നപരിഹാരശാലയിലാണ്. ഇത് കൂടാതെ നിങ്ങൾ നന്നായിട്ട് വരയ്ക്കുന്ന ആളാണ്. എങ്ങനെയാണ് വരച്ചിരുന്നു? അതന്നെ, നന്നായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് അച്ഛൻ വീടിൻ്റെ താവഴിയാണ് തോന്നുന്നത്. കാരണം ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് വീട്ടിൽ. അതെ. പെയിൻറ്റിങ്സ് എനിക്ക് വാട്ടർ കളറും ഓയിൽ പെയിൻ്റാണ് എൻ്റെ മീഡിയ, എനിക്കിഷ്ടമുള്ള മീഡിയ. അപ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിലെ സ്കൂൾ
ജില്ലാ തലങ്ങളിലൊക്കെ 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. അതുപോലെ ബാലജനസഖ്യം വഴി ഒരുപാട് പ്രോഗ്രാംസിന് പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലൊക്കെ പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിങ്ങിനൊക്കെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ അന്ന് കിട്ടിയിട്ടുണ്ട്. സ്കൂൾ യൂണിവേഴ്സിറ്റിയും കിട്ടിയിട്ടുണ്ട്. ഈ പാട്ടിന് മറ്റേ യുവജനോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? പങ്കെടുത്തിട്ടുണ്ട്. ലളിതഗാനായിരുന്നു എൻ്റെ പ്രധാന ഐറ്റം. പ്രൈസൊക്കെ കിട്ടി? ആ പ്രൈസ് കിട്ടി. ജില്ലാ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ സ്കോറിങ് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ ഒരു വെള്ളിച്ചിലങ്ക പറഞ്ഞൊരു പ്രോജക്റ്റ് ആയി വരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. 5ാമത്തെ ഫിലിമാകും. ഈ സിനിമ ഫീൽഡിൽ നമുക്ക് നിന്ന് കിട്ടണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു പിൻബലം ആവശ്യമുണ്ടോ? നിന്ന് കിട്ടാൻ മെയിൻലി ടാലൻ്റാണ്. പക്ഷെ ടാലൻറ്റ് പോരാ. കാരണം നമുക്ക് ബന്ധങ്ങളാണ് ഇപ്പോൾ ഒക്കെ ഗ്യാങ് വർക്കുകളാണ്. അപ്പോൾ ശരിക്കും പണ്ടത്തെ പോലെയല്ല. പണ്ട് നമുക്ക് സോഷ്യൽ മീഡിയാസ് ഇല്ലാത്ത കാലഘട്ടത്തിലും കഴിവുണ്ടെങ്കിൽ കയറി വരാമായിരുന്നു. കഴിവുണ്ടെങ്കിൽ അത് തെളിഞ്ഞങ്ങ് വരും. ഇപ്പോൾ ദാസേട്ടനൊക്കെ പാടിയിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ എവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയല്ല, അത് കഴിവുകൊണ്ട് തന്നെയാണ്. പാടി തെളിയിച്ച് വന്നു തന്നെയാണ്. ഇന്ന് പാടി തെളിയിക്കാൻ പെട്ടെന്ന് ഇപ്പം നമുക്കൊരു മൊബൈലിൽ നമുക്കൊരു സെൽഫി, ഒരു സോങ് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ലോകം മൊത്തം കാണും. പെട്ടെന്ന് വൈറലാവും, പെട്ടെന്ന് വൈറൽ സിംഗറാവും, അല്ലെങ്കിൽ വൈറൽ താരമായി മാറും. പക്ഷേ ക്വാളിറ്റി എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് നമ്മളതിന് പുറകെ നടന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മളെ ക്രിയേഷന് ഒരു എന്താ പറയുക അടിത്തറ ഉണ്ടാവും. പിന്നെ ഫൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ നിൽക്കണമെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി അറിയാലോ. അതിപ്പോൾ ഏത് മേഖലയാണെങ്കിലും നമ്മൾ ഒന്നും മത്സരിച്ച് മുന്നിലേക്ക് നമ്മളെ സാമർത്ഥ്യത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ മുന്നിലേക്ക് പോവാം എന്നാണ്. അല്ലേ, ഇപ്പം ഇത്രയും കാലത്തെ താങ്കളുടെ ഈ പ്രവർത്തനം, ഇപ്പം പാട്ട് പാടുന്നു, സംഗീത സംവിധാനം നിർവഹിക്കുന്നു, അങ്ങനെ ഒത്തിരി സിനിമയിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം നിങ്ങളുടേതായ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക ആശയം ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാതെ പോയി അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് അല്ല, നിങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം എന്നുള്ള നിലക്ക്? ഡ്രീം പ്രൊജക്റ്റ് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോകുന്നു. എൻ്റെതായിട്ടുള്ള ക്രിയേഷനും അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പ്രമോദ് ഭാസ്കർ എന്നുള്ള രീതിയിൽ ഒരു സാധനം കൊണ്ടുവരണമെന്നുണ്ട്. പ്രമോദ് ഭാസ്കറിന് മറ്റേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകൻ രവീന്ദ്ര മാഷിനെ ആയിക്കൂലേ? എനിക്ക് രവീന്ദ്രൻ മാഷും ജോൺസൺ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അവരൊക്കെ ലെജൻസാണ്, എത്രയോ മുകളിലിരിക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യം പറയുക അർജുനൻ മാഷായിരിക്കും. ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഇല്ല, രവീന്ദ്ര മാഷ് ഇവിടെ ഉണ്ട് കുറച്ചു കാലം. അതുപോലെ എനിക്ക് ഏറ്റവും ഞാൻ ആരാധിക്കുന്ന മ്യൂസിക് ഡയറക്ടർ അർജുനൻ മാഷാണ്. പക്ഷെ മറ്റുള്ളവരൊന്നും താഴെയല്ല, എല്ലാവരും അതും അതിനപ്പുറമൊക്കെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അർജുനൻ മാഷ് കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ ആൾ. അല്ല, അങ്ങനെ ആകുമ്പോൾ ഈ ഫീൽഡിൽ പ്രമോദിനൊന്ന് ഉയർത്തിക്കൊണ്ടുവരണം എന്നാഗ്രഹിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരൊക്കെ ഉണ്ടോ? എൻ്റെ പ്രധാന സപ്പോർട്ട് ഒന്ന് എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ അറിയാമല്ലോ, സംഗീതമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, ഇവരുടെയൊക്കെ ഒരു നിഗ്രഹവും സപ്പോർട്ടും കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമല്ല, അതാണ് സത്യതാണ്. കുടുംബം, ഭാര്യ, മോള് 10th പഠിക്കുന്നു. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ഒരു സ്വന്തം ആഘോഷമാണ് ഓണം. എല്ലാവരും വളരെ സൗഹൃദത്തോടു കൂടി ആഘോഷിക്കുന്ന ഒന്ന്. മറ്റേ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ തന്നെ ഏത് ലോകത്ത് എവിടെയും മലയാളികളുണ്ടോ അവിടെയൊക്കെ ഓണാഘോഷം ഉണ്ടാവും. എന്താണ് ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ? ഓണത്തിന് ഞങ്ങൾക്കൊക്കെ ഓർമ്മ ഞങ്ങളുടെ സംഗീതവും ഓണപ്പാട്ടുകളൊക്കെ ആയിരിക്കും. കാരണം ചെറുപ്പം മുതലേ തരങ്കിണി കാസറ്റുകൾ കേട്ട് വളർന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഓരോ വർഷവും തരങ്കിണി കാസറ്റ്, ഇനി ഇന്നത്തെ ഓണം കഴിഞ്ഞ് അടുത്ത വർഷം തരങ്കിണി വെയിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദാസേട്ടൻ്റെ പാട്ടുകളും ആൽബംസ്. അതെ, അതാണ് നമ്മളെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അത് വെച്ച് വന്ന നമ്മളും ഈ ഒരു രംഗത്തേക്ക് വരാൻ സാധിച്ചപ്പോൾ നമ്മളും മുഴുവൻ സമയം ഓണം എന്ന് പറയുമ്പോഴും ഓണപ്പാട്ടുകളും ഓണക്കളികളും അങ്ങനത്തെ ഓർമ്മകളാണ് കൂടുതൽ. ചെറുപ്പകാലത്തെ ഓണപ്പാട്ട് കേട്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ആദ്യം ഓർമ്മ വരും. ഇഷ്ടമുള്ള ഒരു ഓണപ്പാട്ട്. സാധാരണ നമ്മൾ ഒരുപാട് ഓണപ്പാട്ടുകൾ നമ്മൾ ഈ കേൾക്കുന്നതാണ്. ഒരുപാട് പാട്ടുകൾ, വളരെ പ്രശസ്തമായ പാട്ടുകളും നമുക്കുണ്ട്. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ചിട്ടപ്പെടുത്തിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ ആയ ഒരു ഓണപ്പാട്ടായിക്കോട്ടെ. തീർച്ചയായിട്ടും. അത് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഓണം എന്ന് പറയുമ്പോൾ കുറച്ച് പാട്ടുകളുണ്ട്, കുറച്ച് പർട്ടിക്കുലർ സോങ്സിലൂടെയാണ് ഓണം വന്നു പോകുന്നത്. ആ പാട്ടല്ലാതെ വേറെ പാട്ടില്ലാത്തൊരവസ്ഥ. പക്ഷെ അത് അങ്ങനെ പതിഞ്ഞു പോയ പാട്ടാണ്, അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ.
അത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത പാട്ടുകളിലേക്ക് പോവായിരിക്കും. കാരണം എൻ്റെ ഒരു പാട്ടുകൾ ജനങ്ങൾ കേൾക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ പാട്ട് കമ്പോസ് ചെയ്തൊരു പാട്ടിലേക്ക് പോവാം. ദേവൻ തൻ്റെ തിരുനാളു പിറന്നല്ലോ, തിരുവോണം വന്നു പിറന്നൊരു പൊന്നാവണി തീർത്തല്ലോ. തൃക്കാക്കര ദേവൻ തൻ്റെ തിരുനാളു പിറന്നല്ലോ, തിരുവോണം വന്നു പിറന്നൊരു പൊന്നാവണി തീർത്തല്ലോ. പൂക്കൂട നിറച്ചു വരുന്നൊരു ചിങ്ങപ്പൂങ്കാറ്റേ, കിന്നാരം ചൊല്ലി നടക്കാൻ മലയാൻമയൊരുങ്ങുന്നു. തൃക്കാക്കരദേവൻ തന്റെ തിരുനാളു പിറന്നല്ലോ, തിരുവോണം വന്നു പിറന്നൊരു പൊന്നാവണി തീർത്തല്ലോ. തൃക്കാക്കരദേവൻ തന്റെ തിരുനാളു പിറന്നല്ലോ, തിരുവോണം വന്നു പിറന്നൊരു പൊന്നാവണി തീർത്തല്ലോ. വളരെ മനോഹരമായ ഒരു ചിട്ടപ്പെടുത്തലാണ്. നിങ്ങളുടെ ആലാപനവും വളരെ ഭംഗിയായിരുന്നു. പ്രമോദ് ഭാസ്കറിൻ്റെ ഈ ഓണപ്പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ അർജുൻ മാഷാണെന്ന് പ്രമോദിന് ഇഷ്ടപ്പെട്ട ഒരാൾ അവരാണല്ലോ. അപ്പം അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഒരു ഓണപ്പാട്ട്. അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഓണപ്പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമല്ല മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്നൊരു പാട്ടുണ്ട്. വാണി അമ്മ പാടിയൊരു പാട്ടാണ്, വളരെ മനോഹരമായൊരു പാട്ട്. ഉത്രാടപ്പൂക്കുന്നിനുച്ചിയിൽ പൊൻവെയിൽ ഇത്തിരി പൊന്നൊരുക്കി, ഇത്തിരി പൊന്നൊരുക്കി, കോടി മുണ്ടുടുത്തും കൊണ്ടോടി നടക്കുന്ന കോമളബാലന ഓണക്കിളി, ഓണക്കിളി, തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങിയേ, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഈ ഒരുപാട് ചെറുപ്രായത്തിലെ കമ്പോസിങ് രംഗത്തുള്ള ഒരാൾ കൂടിയാണ് താങ്കൾ. അതൊരു ഒരു പ്രത്യേക ഒരു അനുഗ്രഹം തന്നെയാണ്. എത്ര ചെറുപ്രായത്തിൽ നമ്മൾ പാട്ടൊക്കെ ചിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനൊരു അവസരം കിട്ടുക, അതിനെ ചിട്ടപ്പെടുത്താൻ കഴിയുക, അതിനുള്ളൊരു കഴിവുണ്ടാവുക. ഈ അത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിന്നണി ഗായകരിൽ എത്ര പേര് നിങ്ങളുടെ പാട്ടുകൾ പാടിയിട്ടുണ്ടാവും? പിന്നണി ഗായകരിൽ ജയചന്ദ്രൻ സാർ പാടി, ഭാവഗായകൻ, അദ്ദേഹം പാടി. അതുപോലെ ശ്രീ ജി വേണുഗോപാൽ പാടിയിട്ടുണ്ട്. അതേപോലെ സുജാത ചേച്ചി പാടിയിട്ടുണ്ട്. മധു ബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട്. വിധു പ്രതാപ് ഒരു പാട്ട് ഒരു ആൽബത്തിന് പാടിയിട്ടുണ്ട്. ഇങ്ങനെ ഫിലിം ആ ഒരു ഏരിയയിലുള്ള, പിന്നെ മഞ്ചേരിയുടെ കൂടെ ഞങ്ങളുടെ ഒരു പാട്ടായിരുന്നു ഡുവറ്റ്. ഞാൻ ചെയ്ത പാട്ടല്ല, മെജോ ജോസഫിൻ്റെ പാട്ട്, ഞങ്ങൾ പാടിയ പാട്ട്. ഇനിയിപ്പോൾ വലിയൊരാഗ്രഹം ദാസേട്ടനെ കൊണ്ടൊരു ഒരു മൂളലെങ്കിലും കിട്ടിയാൽ എന്താ പറയുക, നമ്മുടെ ജീവിതം പുണ്യമായി എന്നൊക്കെ പറയില്ലേ. പക്ഷെ അത് സാധിച്ചിട്ടില്ല. അത്യാവശ്യത്തിന് കൊള്ളാവുന്ന സൗന്ദര്യമുണ്ട്. അഭിനയിക്കാൻ തോന്നിയില്ലേ? നല്ല ചോദ്യമാണത്. അഭിനയിക്കാൻ തോന്നിയിട്ടില്ല. ഇല്ല. ഫിലിം സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അങ്ങനെ ആരും ഒരു സീനിലൊന്ന് അഭിനയിച്ചൂടെ ആരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വയല് ചെറിയൊരു ഭാഗത്തുണ്ട്. വയല് എൻ്റെ സുനിൽ ഇബ്രാഹിം ഡയറക്ടർ, പുള്ളി തന്നെ ഒരു സീനിൽ നിർത്തി ഇങ്ങനെ അങ്ങ് പോകുന്ന അലൻസേരേട്ടനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളവിടെ കറങ്ങി നടക്കുന്ന ഒരു സീൻ എടുത്തിട്ട് ഞങ്ങൾ അങ്ങ് പോകുന്ന ഒരു രാത്രിയുടെ സീനാണ് അതുണ്ട്. അപ്പോൾ
പണ്ട് അച്ഛൻ പറഞ്ഞിരുന്നു, എപ്പോഴും ഇങ്ങനെ പറയും, നമ്മൾ ഒരു കാര്യം ഒന്നിൽ ശ്രദ്ധിക്കുക, പല വഴിക്ക് പോവാതെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലൂടെ പോവുക. അപ്പോൾ അച്ഛൻ്റെ ആ ഉപദേശം ആണ് സത്യത്തിൽ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ രംഗത്ത് അറിയപ്പെടുന്ന ഒരാളായി മാറിയത്. ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെ ഉപയോഗിക്കാം? ഇൻസ്ട്രുമെന്റ്സ് ഞാൻ മ്യൂസിക് കോളേജിലെ വയലിനായിരുന്നു സബ്. വയലിൻ വായിക്കും, കർണാട്ടിക്, പിന്നെ കീബോർഡ് ചെയ്യും, ഹാർമോണിയം ചെയ്യും. ഇതിലേത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം? എനിക്ക് വയലിനാണ് ഇഷ്ടം. നമ്മൾ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ പാട്ടുകാരനാണ്, സംഗീത സംവിധായകനാണ്, ഒക്കെ. എന്നാലും ഒരു ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടാവും, എപ്പോഴും ഇങ്ങനെ മോളാണെന്ന് തോന്നുന്ന ഒരു പാട്ട്. അത് കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കാരണം ഏതാണ് ഇഷ്ടം? പ്രത്യേകിച്ച് ദാസേട്ടനൊക്കെ പാടി വെച്ചിരിക്കുന്ന, അതിന് പെട്ടെന്നൊരു പാട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു അല്ല, എന്നാലും ഒരു എപ്പോഴും ഇങ്ങനെ ഒരു അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ മനസ്സ് കൊണ്ടുനടക്കുന്ന ഒരു വരി പാട്ടിൻ്റെ ഒരു ജസ്റ്റ് ഒരു 4 വരികൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറയുമ്പോൾ പ്രമദവനൊക്കെ മനസ്സിലങ്ങനെ ആയിക്കോട്ടെ. കൈതപ്രം സാറിന്റെ 2 വരി പാടി ശ്രമിക്കാം. പാടി വെച്ചൊരു ഒരു മൈൽ സ്റ്റോൺ ആണല്ലോ, അത് നമ്മളത് ശ്രമിക്കാനേ പറ്റുള്ളൂ. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാനം പോലെ, ശുഭസായാനം പോലെ, തെളിദീപം കളിനിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടേ. നല്ല ധൈര്യമുള്ള ആളാണെന്ന് മനസ്സിലായി. കാരണം ഇതെടുത്ത് പാടണമെങ്കിൽ കുറച്ചൊരു ഗഡ്സ് ഇല്ലാണ്ട് പാടാൻ കഴിയില്ല. അതൊരു ശ്രമം. ഒരിക്കലും നമുക്ക് ആ വഴിക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. ഒരുപാട് ആളുകളെ, അതായത് കലാകാരൻ, ഞാൻ പറയില്ലേ, സിനിമ ഫീൽഡിലായാലും ഒരുപാട് പേര് എടുത്ത് പറയാനുണ്ട്. നമുക്ക് പല നിലക്കും പ്രശസ്തരായ ഒരുപാട് ആളുകളുള്ള, അല്ലെങ്കിൽ ജന്മം നൽകിയ ഒരു നാട്ടിലെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ആളാണ് പ്രമോദ് ഭാസ്കർ എന്ന് പറയുന്നത്. സ്വന്തമായ ഒരു മേൽവിലാസം ഈ രംഗത്ത് എഴുതി ചേർത്ത വ്യക്തി കൂടിയാണ്. ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഈ ഫോക്കസിൽ ഞങ്ങളുടെ അതിഥിയായി വന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ഓണാശംസകളും. താങ്ക് യു വെരി മച്ച്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഈ ഫോക്കസിന് വേണ്ടി എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിലും ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ തരപ്പെടുത്തിയതിലും ഇതിൻ്റെ എന്താ പറയുക, ഭാരവാഹികൾ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർക്ക്, സാറിനും അതുപോലെ നമ്മുടെ ദീപു ക്യാമറ അദ്ദേഹത്തിനൊക്കെ എൻ്റെ അകമഴിഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. അതുപോലെ ഒരുപാട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന അതുപോലെ ഒരുപാട് കലാകാരന്മാർക്ക് അവസരം നൽകുന്ന ഒരു വേദിയാണ് ഫോക്കസ്. ഞാൻ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പേരെ ഇൻ്റർവ്യൂസ് ഞാൻ ഈ മീഡിയയിലൂടെ കാണാറുണ്ട്. ഫോക്കസിലൂടെ വളരെ മനോഹരമായി അവരത് ചെയ്യുന്നു, ഒരുപാട് പ്രോത്സാഹനം തരുന്നു, ഒരുപാട് പേർക്ക് അവസരങ്ങൾ ഇതുവഴി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനടങ്ങിയ ഈ ഒരു എപ്പിസോഡ് എല്ലാവരും കാണണം, പിന്തുണയ്ക്കണം, സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. ഹാപ്പി ഓണം. താങ്ക് യു. എല്ലാവിധ ആശംസകളും. ഈ ഓണം ഗംഭീരമാവട്ടെ. സന്തോഷം സാർക്കും. സന്തോഷം. നാലുകെട്ടിൻ പടിപ്പുറമുറ്റത്ത് ഓണമുണ്ണാൻ വന്നു നീ. നാലുകെട്ടിൻ പടിപ്പുറമുറ്റത്ത്